പൊള്ളുന്ന വിലക്കയറ്റത്തിന് നടുവിൽ നിന്നാവും ഇപ്രാവശ്യം മലയാളി ഓണം ആഘോഷിക്കുന്നത്. മുക്കുറ്റിയും തുമ്പയും വേലിപ്പൂവുമൊന്നും കണി കാണാനില്ലെങ്കിലും അന്യസംസ്ഥാനത്ത് നിന്ന് വരുന്ന പൂക്കൾ സജീവമാണ്. പച്ചക്കറികൾക്കിപ്പോൾ വില മിതമാണെങ്കിലും ഉയരാനാണ് സാധ്യത. മുഖം കറുപ്പിക്കലാണ് കർക്കിടകത്തിന്റെ സ്ഥായിയായ ഭാവമെന്ന് പഴമൊഴി മാറിയിട്ട് കാലമേറെയായി. തിരിമുറിയാതെ പെയ്യുന്ന മഴയുടെ സ്ഥാനത്ത് മാറി മാറി വരുന്ന വെയിലും മഴയും. പൊള്ളുന്ന വിലക്കയറ്റത്തിന് നടുവിൽ നിന്നാവും ഇപ്രാവശ്യം മലയാളി ഓണം ആഘോഷിക്കുന്നത്. തുമ്പയും മുക്കുറ്റിയും കണ്ണാന്തളിയും കാക്കപ്പൂവുമെല്ലാം നമ്മുടെ തൊടികളിൽ നിന്നും പടിയിറങ്ങിക്കഴിഞ്ഞു. പതിവിന് വിപരീതമായി ഇപ്രാവശ്യം അത്തം പിറക്കുന്നത് കർക്കിടകത്തിലാണ്. 10 പൊന്നോണത്തിലേക്ക് ഇനി ദിവസങ്ങൾ മാത്രം. അത്തം പിറക്കുന്നതോടെ ഓണാഘോഷങ്ങൾക്ക് തുടക്കമാവും. പൂവട്ടികൾ നിറയ്ക്കാൻ പൂവില്ലെങ്കിലും അന്യസംസ്ഥാനത്തു നിന്നും വരുന്ന പൂവുകൾ സജീവമാണ്. പൊള്ളുന്ന വില തന്നെ ഇപ്രാവശ്യം പൂവുകൾക്കും കൊടുക്കേണ്ടി വരും. ഓണമെടുക്കുന്നതോടെ ഓണച്ചന്തകളിലും തിരക്കേറി തുടങ്ങി. മഴ വല്ലാതെ ശല്യം ചെയ്യാത്തതു കാരണം പച്ചക്കറികളും ഇപ്പോൾ ഇഷ്ടംപോലെ മാർക്കറ്റിലെത്തുന്നുണ്ട്. വെള്ളരിക്കും പടവലത്തിനും പയറിനും മത്തനും ഇളവനുമെല്ലാം ഇപ്പോൾ വില മിതമാണ്. ഓണമെടുക്കുന്നതോടെ പച്ചക്കറികൾക്ക് വില കൂടാൻ സാധ്യതയുണ്ടെന്ന് കച്ചവടക്കാർ പറയുന്നു. തൂശനിലയിൽ വിഭവസമൃദ്ധമായ സദ്യയില്ലാതെ മലയാളി എങ്ങനെ ഓണം ആഘോഷിക്കും? ഇനി പുഷ്പങ്ങളുടെ ഉത്സവമായ ഓണത്തിനായി കാത്തിരിപ്പ്. ന്യൂസ് ബ്യൂറോ, കുന്നമംഗലം.